ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമയുടെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടുണ്ടായിട്ടാണ്. ഒരു പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കണം. എനിക്ക് ലാവണ്യയുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ കുട്ടി ഇവിടെ കിടന്ന് ഉരുകുകയാണ്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മോഹനാണെങ്കിൽ മനോരമേ, നിന്റെ എല്ലാ പൊട്ടത്തരങ്ങളും മണ്ടത്തരത്തിനും ഒക്കെ ഞാൻ കൂട്ടുനിന്ന് സന്തോഷിച്ചും കളിച്ചും ചിരിച്ചൊക്കെ വർത്തമാനം പറയാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നിന്റെ വർത്തമാനം കേട്ടാലുണ്ടല്ലോ, എനിക്ക് എൻ്റെ കൺട്രോൾ തന്നെ പോകുന്നുണ്ട്. ഇപ്പം നീ പറഞ്ഞല്ലോ സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കണമെന്ന്. അതേപോലെ ഒരു സ്ത്രീയല്ലേ എൻ്റെ അമ്മയും. എന്നിട്ട് എപ്പോഴാണ് 10-30 വർഷമായാലും നീ വീട്ടിൽ വന്ന് കയറിയിട്ട്, എന്നിട്ട് എൻ്റെ അമ്മയുടെ മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നിട്ട് കൂടുതൽ ഡയലോഗ് പറയുന്നു എൻ്റെ മുന്നിൽ. ഇത്തരത്തിലുള്ള ഡയലോഗ് കേട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ മനോരമയാണെങ്കിൽ ആഹാ കൊള്ളാലോ, ഇപ്പോൾ ഞാഞ്ഞൂടായിരുന്നു വെച്ചത് ഇപ്പോൾ രാജവെമ്പലായി വന്ന് എന്നെ കൊത്താൻ വേണ്ടി വരുന്നോ? കൊള്ളാം. എന്തായാലും ഞാൻ ഒരു കാര്യവും ആ തള്ളക്ക് വേണ്ടി ചെയ്യില്ല. ആ ലാവണ്യയുടെ മനസ്സ് മനസ്സിലാക്കുക മാത്രമേ ഉള്ളൂ. ലാവണ്യക്ക് വേണ്ടി ഏത് സപ്പോർട്ടിനും ഞാൻ കൂടെ നിൽക്കും. പിന്നെ അതുമാത്രമല്ല, ലാവണ്യയുടെ ബ്യൂട്ടി ടിപ്സ് എനിക്ക് കുറച്ച് പഠിച്ചെടുക്കാനുണ്ട്. എന്തൊക്കെ സാധിച്ചില്ലെങ്കിലും അത് ഞാൻ ഏതായാലും സാധിച്ചെടുക്കും. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഗ്ലാമറസ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുകയാണ് ഈ മനോരമ. പിന്നീട് കാണിക്കുന്നത് ലാവണ്യ ഭയങ്കര ഫാഷനിൽ ഒരുങ്ങിയിരിക്കുകയാണ്. അതൊരുങ്ങി നേരെ അശ്വിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട്, അശ്വിൻ ഹൗസ് ഇറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാണെങ്കിൽ അടിമുടിയൊന്ന് നോക്കിയതിന് ശേഷം, നിൻ്റെ ഡ്രസ് പാറ്റേൺ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ നിനക്കിഷ്ടമായില്ലേ? എൻ്റെ ഇഷ്ടക്കേടൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ മുത്തശ്ശിയെ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. മുത്തശ്ശിയുടെ മനസ്സിൽ എന്നറിയാമോ, ഒരു പഴഞ്ചൻ രീതിയല്ലേ. പഴയതുപോലെ ഒരു ചുരിദാറൊക്കെ ഇട്ട് മുടിയിൽ നിറയെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പന്നൊക്കെ ഇട്ട് ഒരു ചെത്തിപ്പൂവോ അല്ലെങ്കിൽ ഒരു തുളസിക്കതിരോ ഒക്കെ വെച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ നിൻ്റെ മുത്തശ്ശിക്ക് ഇഷ്ടം. അപ്പം പിന്നെ ഞാനും അങ്ങനെ നടക്കണമെന്നാണോ? എങ്കിൽ പിന്നെ ഞാനൊരു ചുരിദാർ ഇടാം, എന്നിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ നടക്കാം. ഇതൊക്കെ കേട്ട് അശ്വിനാണെങ്കിൽ നീ അങ്ങനെ നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ ചിലർക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലരും പലതും പറഞ്ഞു തരിക്കും. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെയൊന്നുമില്ല സാറേ, ഞാൻ അങ്ങനെ ഒരു കാര്യവും എടുക്കാറില്ല. എനിക്ക് സത്യമാണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു വിടുന്നേ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആ കാർട്ടൂൺ ബേബി ഇല്ലേ, കാർട്ടൂൺ ബേബിയെ പോലെ നടക്കുന്നതായിരിക്കും ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഈ കാർട്ടൂൺ ബേബി എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ്റെ മുഖഭാവമാകിയൊന്ന് മാറുകയാണ്. ഞാൻ അവളെ കാർട്ടൂൺ ബേബി എന്ന് വിളിച്ച് യഥാർത്ഥത്തിലുള്ള പേര് മറന്നുപോയി. എന്താണ് ആ പേര് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അശ്വിൻ പറയുകയാണ്, ശ്രുതി കുമാരി ലക്ഷ്മി എന്ന്. യെസ് അത് കറക്റ്റാണ്, ശ്രുതി കുമാരി ലക്ഷ്മി എന്ന പേര്. അതെന്തെങ്കിലും ആവട്ടെ. അവളുടെ ഒരു നടത്തവും ഭാവമൊക്കെ. ഏതായാലും നമുക്കിനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും വാ, നമുക്ക് പോയി നമ്മളെ കാത്തിരിക്കുകയാണ്, നമുക്ക് പോയി ചായ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ ലാവണ്യയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ മനോരമ മേശപ്പുറത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ അച്ചപ്പവും പഴംപൊരിയും ഉണ്ണിയപ്പവും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ മനോരമയുടെ കൺട്രോള് പോവുകയാണ്. അപ്പോൾ മോഹനും വരികയാണ്, അതേപോലെ തന്നെ രാമേട്ടനും വരികയാണ്. രാമേട്ടാ, ഞാനേ നാളെ മുതൽ ഡയറ്റിങ്ങിലാണേ. ഇന്നല്ല, ഇനിയിപ്പോൾ നാളെ മുതൽ ഡയറ്റിങ്ങിലേക്ക് എടുക്കുക. അപ്പോൾ പലഹാരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനോരമയുടെ കൺട്രോള് പോയി. അപ്പോൾ മോഹനം പറയാണ്, ഇത് കുറേ നാൾ കൊണ്ട് കേൾക്കുന്നതാണല്ലോ, ഡയറ്റിങ് നാളെ എന്നൊക്കെ പറയും. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്കും നാളെ വീണ്ടും നീണ്ടുപോകും. നിങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സലീമാകാൻ വേണ്ടിയല്ലേ. നീ എന്താ ഉദ്ദേശിച്ചത്? സ്ലിം ആകാൻ വേണ്ടി എന്നാണോ? സ്ലിം ആയാലും സലീം ആയാലും കാര്യം മനസ്സിലായല്ലോ.
എൻ്റെ ബോഡി, എൻ്റെ ശരീരം, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ വഴക്കിടുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ അശ്വിനും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പം അശ്വിൻ്റെ അടുത്ത് ലാവണ്യ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം മുത്തശ്ശി എടുത്ത് വായിക്കും, കുട്ടി അത് അഞ്ജലിയുടെ സീറ്റാണ്, നീ ഇവിടെ വന്നിരുന്നോളൂ. അങ്ങനെ മനോരമയുടെ അടുത്ത് പോയിരിക്കാനായിട്ട് പറയുകയാണ്. സാറില്ല മുത്തശ്ശി, ഞാൻ പോയിരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ലാവണ്യ അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ലാവണ്യാണെങ്കിൽ, അല്ല ഇവിടെ എല്ലാവർക്കും പല സീറ്റുകളാണോ, എല്ലാവർക്കും സീറ്റ് അവകാശപ്പെട്ടതുണ്ടോ? മനോരമ, അങ്ങനെയൊന്നുമില്ലെന്നേ, ഇതെല്ലാം മുത്തശ്ശിയുടെ ഒരു നമ്പറല്ലേ, ചുമ്മാ പറഞ്ഞതാണെന്നേ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി വന്നിരിക്കുകയാണ്. അഞ്ജലി ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്യാമാണെങ്കിൽ, എന്താ രാജകുമാരിക്ക് എന്ത് പറ്റി, ഭയങ്കര ടെൻഷനിലാണല്ലോ, എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ, എന്താ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണ് രാജകുമാരി, എന്താന്ന് വെച്ചാൽ പറ രാജകുമാരി. ഒന്നുമില്ല. ഓഹോ, ഒന്നുമില്ലല്ലേ, ശരി എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. എന്താ? അങ്ങനെ ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അഞ്ജലി. ആഹാ, അപ്പം എൻ്റെ രാജകുമാരിക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാനൊക്കെ അറിയാം അല്ലേ, ഞാൻ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രാജകുമാരി എന്നെ നോക്കുന്നു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ആ പിണക്കം അങ്ങോട്ട് മാറുകയാണ്. അതിനുശേഷം മുത്തശ്ശി ലാവണ്യോട് ചോദിക്കുകയാണ്, കുട്ടി നിനക്ക് പാചകം ചെയ്യാൻ അറിയോ? അല്ല, ഈ മുട്ട ചേർത്ത കേക്ക് മാത്രം ഉണ്ടാക്കാതെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ നൂഡിൽസും അതേപോലെ തന്നെ പിസ്തയും ഒക്കെ അങ്ങനെ ഉണ്ടാക്കാൻ അറിയാം, ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അതേ ഈ പകുതി വെന്ത സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ എന്നല്ല ഞാൻ ചോദിച്ചത്, അടുക്കളയിൽ കയറിയിട്ട് നിനക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയോ? അത് പിന്നെ മുത്തശ്ശി, അറ്റ്ലീസ്റ്റ് ചായ നിനക്ക് ഉണ്ടാക്കാൻ അറിയോ ലാവണ്യ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം, ഞാൻ ചായ ഉണ്ടാക്കും, ടീ ബാഗ് മേടിച്ചിട്ട് ചായ ഉണ്ടാക്കും. അപ്പോൾ മനോരമ എടുത്ത് വായിക്കും, അതെ അമ്മേ, ഇപ്പം കടയിലെ ടീ ബാഗൊക്കെ റെഡിമെയ്ഡായിട്ട് കിട്ടും, ചായ ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ മനോരമേ, നിന്നോട് ചോദിച്ചില്ല, ചോദിക്കുമ്പോൾ മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി, അല്ലാതെ ഇടയിൽ കയറി സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. കുട്ടി, ഞാൻ നിന്നോട് ചോദിച്ചത് അടുക്കളയിൽ കയറി ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാവോ എന്ന് ഞാൻ ചോദിച്ചത് മുത്തശ്ശി. ഇല്ല മുത്തശ്ശി, എൻ്റെ വീട്ടിൽ സെർവൻ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ മുത്തശ്ശി, ഞങ്ങളുടെ വീട്ടിലുണ്ട് സെർവൻറ്റ് എന്ന് വിചാരിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം, ഞങ്ങളതൊരു കുറച്ചിലായിട്ട് കണ്ടിട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവുന്ന. അപ്പോൾ ലാവണ്യ പറയണില്ല മുത്തശ്ശി, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്നും പറയാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ, മുത്തശ്ശി ലാവണ്യക്ക് കുക്കിംഗ് അറിയില്ല, ലാവണ്യ ഇതുവരെ കുക്ക് ചെയ്തിട്ടുമില്ല. അപ്പോഴേക്കും മനോരമ പറയാണ്, ഷീസ് ഇൻ നോട്ട് എ കുക്കർ, കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ ഓരോ പൊട്ടത്തരങ്ങളും പറയാണ്. പിന്നെ നീ എങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത്, ദേ കുക്കിങ്ങൊന്നും അറിയാൻ പാടില്ലെങ്കിൽ. അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയാണ്, ഒരു കാര്യം അറിയോ, ദേ ശ്യാമേട്ടനെ നന്നായിട്ട് ജിലേബിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോഴേക്കും ശ്യാമം പറയാണ്, അതെ എനിക്ക് ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, നല്ല തനി നാടൻ പാലക്കാടൻ ജിലേബിയും ഹൽവയും ഒക്കെ എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഏതായാലും ലാവണ്യക്കും ഞാനതെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം ഇത് കേട്ട അഞ്ജലിയാണെങ്കിൽ, അതെ ഹോ എൻ്റെ പൊന്നെ, എവിടെ നിന്നൊക്കെയോ ഒരു കുറേ പാചകങ്ങളെല്ലാം പഠിച്ചു വന്നിട്ടുണ്ട് ശ്യാമേട്ടൻ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശ്രുതിലക്ഷ്മി എന്ന് പറഞ്ഞ ആ കുട്ടി ഇനി നാട്ടിൽ പോയി വരാൻ നേരത്തെ, ആ കുട്ടിയുടെ വീടും പാലക്കാടാണ്, നാട്ടിൽ പോയി വരാൻ നേരത്തെ എനിക്ക് കുറച്ച് ജിലേബിയും അലുവയൊക്കെ കൊണ്ടുവരാനായിട്ട് പറയണം. ഇതിങ്ങനെ ശ്രുതിലക്ഷ്മി എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാകെ ദേഷ്യം വരികയാണ്. അപ്പം അശ്വിൻ ഈ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കാണുന്നത് അരിശും വെറുപ്പും ഒക്കെയല്ലേ, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്, ഇനി നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് പറ്റില്ല, നിങ്ങളുടെ കൺമുൻപത്ത് തന്നെ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് ദേഷ്യം കയറി അശ്വിനെ വേറൊന്നും കഴിക്കാതെ കയറി പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിലക്ഷ്മിയും ദീപ്തിയും എല്ലാവരും കൂടി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയാണ്. പക്ഷേ ശ്രുതിലക്ഷ്മിക്കാണെങ്കിൽ ആ വീട് വിട്ട് പോകാനും തോന്നില്ല. ശ്രുതിലക്ഷ്മി ബാഗിലൊക്കെ നോക്കിയാണ്. അപ്പോൾ
പ്രീതി ചോദിക്കുകയാണ്, എന്താ ശ്രുതിലക്ഷ്മി നീ എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തോ എടുക്കാൻ മറന്നു പോലെ തോന്നുന്നു. അപ്പം അമ്മായി ചോദിക്കുകയാണ്, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? വാതിൽ പൂട്ടി ഇറങ്ങിയതല്ലേ, വീണ്ടും കയറണോ? അയ്യോ എൻ്റെ കൃഷ്ണനെ എടുത്തില്ല, എൻ്റെ കുട്ടിക്കൃഷ്ണനെ എടുത്തില്ല, കണ്ടോ കുട്ടിക്കൃഷ്ണൻ ഇവിടുന്ന് പോരാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ടാ കുട്ടിക്കൃഷ്ണൻ എടുക്കാൻ മറന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതി നേരെ അകത്തേക്ക് കയറുകയാണ്. കൃഷ്ണൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും, എന്താ കൃഷ്ണ ദേ എൻ്റെ മനസ്സിൻ്റെ ഇങ്ങനെയായി പോകുന്നത്, നീ തന്നെ പറ, ഞാൻ ഇവിടുന്ന് പോകണോ വേണ്ടയോ? അപ്പോൾ കൃഷ്ണൻ്റെ ആ അരിയിൽ വെച്ച് ആ ഒരു തുണി ഈ ശ്രുതിയുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കുട്ടി കൃഷ്ണ, ഞാനിവിടുന്ന് പോകണമെന്നാണോ പറയുന്നത് അല്ലെങ്കിൽ പോകണ്ടെന്നാണോ പറയുന്നത്? നീ പറയുന്ന ഉത്തരങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് ശ്രുതി നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലാവണ്യെ വിളിച്ച് വരുത്തിരിക്കുകയാണ് മുത്തശ്ശി. എന്താ മുത്തശ്ശി എന്തെന്നെ വിളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കുട്ടി ഇന്നത്തെ അത്താഴം നിന്റെ കൈ കൊണ്ടതാണ്, ചപ്പാത്തിയും കറിയുമാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ മുത്തശ്ശി ചപ്പാത്തിയും കറിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണം മുത്തശ്ശി, ഞാൻ സെർവൻറ്റിനോട് പറഞ്ഞാൽ മതിയോ? സെർവൻറ്റിനോട് പറയാൻ വേണ്ടി നിൻ്റെ അനുഭവത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് സെർവൻറ്റിനോട് പറയാലോ. ഇത് നിൻ്റെ കൈവച്ച് ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചപ്പാത്തിയും കറിയാണ് ഉണ്ടാക്കേണ്ടത് മുത്തശ്ശി. എനിക്ക് പിന്നെ ചപ്പാത്തിയും കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നീ അശ്വിൻ്റെ ഒത്ത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവളല്ലേ, അപ്പോൾ അവനിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, എന്നാലല്ലേ കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഒരാണിൻ്റെ മനസ്സിലേക്ക് കയറി കൂടാൻ പറ്റിയ ഏറ്റവും വലിയ കുറുക്കു വഴിയാണ് പാചകം എന്ന് പറയുന്നത്. പാചകം ചെയ്ത് അവൻ്റെ മനസ്സിൽ ഇടം നേടണം, അതാണ് വേണ്ടത് എന്ന് പറയാണ്. അത് പിന്നെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്കറിയാൻ പാടില്ലെങ്കിൽ കുട്ടി, ഇവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളോട് ചോദിക്കണം. ഏതായാലും നിന്റെ കൈകൊണ്ടാണ് ഇന്നത്തെ അത്താഴം, അത് നീ ഭംഗിയായിട്ട് ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മനോരമ മനസ്സിന്തിക്കുകയാണ്, ദൈവമേ ഈ തള്ള അവൾക്കിട്ട് നല്ല 8ൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെവിടെ പോകാവോ, ഇനി ഞങ്ങൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോകുമോ ആവോ. അങ്ങനെ നമ്മുടെ അഞ്ജലി എണീറ്റിട്ട്, ലാവണ്യ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഞങ്ങളൊക്കെയല്ലേ ഇവിടെ, നീ ഒറ്റക്കായി പോയിട്ടില്ലല്ലോ. ഏതായാലും ഇന്നത്തെ അത്താഴം ലാവണ്യയുടെ കൈവച്ച് തന്നെ ആകണമെന്ന് മുത്തശ്ശി പറഞ്ഞത് അത് വെറുതെ ഒന്നല്ല, ഉറപ്പായിട്ട് അങ്ങനെ തന്നെ വേണം. പക്ഷേ എനിക്കൊന്നും ഉണ്ടാക്കാനായിട്ട് പേടിക്കണ്ടെന്നേ, ഞങ്ങളെല്ലാം പറഞ്ഞു തരാം, അതേപോലെ തന്നെ ലാവണ്യ ഉണ്ടാക്കിയാൽ മതി, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ലാവണ്യക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ പ്രീതിയും കൂടി വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. പ്രീതി പറയുകയാണ്, വാ ശ്രുതി നമുക്ക് പോകാം. പക്ഷേ ശ്രുതി ആണെങ്കിൽ മനസ്സോടുകൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മായി ആണെങ്കിൽ വരുന്നില്ല. അപ്പോൾ അമ്മായി അടുത്തേക്ക് ചെന്നിട്ട്, എന്താ അമ്മായി, ഞങ്ങളെ സ്റ്റേഷൻ വരെ കൊണ്ടാക്കാനായിട്ട് അമ്മായി വരുമെന്നല്ലേ പറഞ്ഞത്, എന്ത് പറ്റി? ഒന്നുമില്ല മോളെ ശ്രുതി, നിന്റെ തീരുമാനം അവസാന തീരുമാനമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ അമ്മായി, എൻ്റെ അവസാന തീരുമാനമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ശരി മക്കളെ, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ, വാ പോകാം എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ വീട് മുഴുവനും നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമിനെയാണ്. ശ്യാമാണെങ്കിൽ ഫോൺ വിളി അവരാരും ഫോൺ എടുക്കുന്നില്ല. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു, അവരാരും ഫോൺ എടുക്കുന്നുമില്ല. നമ്മുടെ ശ്രുതിയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കി, പക്ഷേ കിട്ടുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ദൈവം അവരാരും ഫോൺ എടുക്കാത്തത്, ശ്രുതിയെ ഒന്ന് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇനി അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജലി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അഞ്ജലി വന്നിട്ട്, എന്താ ശ്യാമേട്ട എന്തെങ്കിലും ആലോചിച്ചിട്ടിരിക്കുന്നേ? ഒന്നുമില്ല ശ്യാമേട്ട, ഞാൻ പറഞ്ഞ കാര്യം മറന്നോ? കാര്യമോ? എന്ത് കാര്യം? അപ്പോഴേക്കത് മറന്നുപോയോ? എന്താ അഞ്ജലി, എന്താ കാര്യം? ഇന്നലെ പറഞ്ഞ കാര്യം. സോറി അഞ്ജലി, എനിക്കത് ഓർമ്മയില്ല, എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും, മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലേ. അയ്യോ ദൈവമേ, ഞാൻ ആ കാര്യം മറന്നുപോയി സത്യത്തിൽ. പക്ഷേ അതിനേക്കാളും വലിയൊരു അത്യാവശ്യം ഇവിടെ വന്നിരിക്കുകയാണ്. അത്യാവശ്യമോ? എന്തത്യാവശ്യം? അതെ, അത്യാവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ വീട് പിടിച്ചു കൊടുക്കണം, അതിനു വേണ്ടി തന്നെയാണ്. അല്ലെങ്കിലേ അവർ വഴിയാധാരാവും. അതെ രാജകുമാരി, നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവർ വഴിയാധാരയെ പോവും, പാവങ്ങളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്യാമ് ഈ അഞ്ജലിയുടെ മനസ്സ് മാറ്റുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത രവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കാം. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.